ഹായ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ചില ഇഡിയംസും ആണ്. ഇഡിയംസ് എന്നാൽ ശൈലികൾ. ഔട്ട് ഓഫ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇഡിയംസും എക്സ്പ്രഷൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് എക്സ്പ്രഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട് ഓഫ് ടൈം. ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഇല്ല, ടൈം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല. ഒരു കുട്ടി എക്സാം എഴുതുന്നു. എക്സാം എഴുതുന്നതിന് മുൻപ് 2-3 മണിക്കൂറുകളൊക്കെ എക്സാം എഴുതി തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഒരു 5 മിനിറ്റ് മാത്രം ഉള്ളപ്പോഴാണ് എസ്സേ എഴുതാനുണ്ട്, അതേപോലെ വേറെ പല ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ടൈം ഇല്ലല്ലോ, അപ്പോൾ ഹീസ് ഔട്ട് ഓഫ് ടൈം. ടൈം ഉണ്ടായിരുന്നു, പിന്നീടില്ല. ഔട്ട് ഓഫ് മിൽക്ക്. ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഇല്ല, മിൽക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല. ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുമ്പോൾ ചില സമയത്ത് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ മിൽക്ക് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം, ഐ ആം ഔട്ട് ഓഫ് മിൽക്ക്. അതുവരെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് നോക്കുമ്പോൾ ഇല്ല, അത് തീർന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല. ഔട്ട് ഓഫ് മണി. ഔട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പേഴ്സ് തുറക്കുമ്പോൾ വേറെ ഒരു സാധനം കൂടി വാങ്ങണം, പക്ഷേ പേഴ്സ് തുറന്നപ്പോൾ പൈസ ഇല്ല. നൗ ഐ ആം ഔട്ട് ഓഫ് മണി. മണി തീർന്നുപോയി. അപ്പോൾ ഔട്ട് ഓഫ് എന്ന് കഴിഞ്ഞ് ഒരു നൗൺ നമ്മൾ യൂസ് ചെയ്യാം, പക്ഷെ അത് ആ കാര്യം തീർന്നു പോയി എന്നതാണ്. ഔട്ട് ഓഫ് മണി, മണി ഇല്ല. ഔട്ട് ഓഫ് സ്പേസ്. സ്പേസ് മീൻസ് സ്ഥലം. ഒരു ബാഗിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നീട് സാധനങ്ങൾ ഇറ്റ്സ് ഔട്ട് ഓഫ് സ്പേസ്. അപ്പോൾ എക്സ്പ്രഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആ സാധനം, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ സാധനം അവിടെ ഇല്ല. ഔട്ട് ഓഫ് മണി എന്ന് പറഞ്ഞാൽ മണി ഇല്ല. ഔട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഇല്ല. ഔട്ട് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് ഇല്ല. അതുപോലെ വളരെ സിമിലറായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. വളരെ ഏകദേശം ഒരേ മീനിങ്ങിൽ തന്നെയാണ് അത് വരുന്നത്. ഇനി ഇഡിയംസ് ആയിട്ട് ശൈലികൾ ആ ഒരു രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഔട്ട് ഓഫ് എന്നത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ആ വേർഡ് അനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് മീനിങ്സ് ആണ് വരിക. ഫോർ എക്സാമ്പിൾ, ഔട്ട് ഓഫ് വർക്ക്. ഔട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ ജോലിയില്ല. ഹീസ് ഔട്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആണ്, ജോലിയില്ലാത്ത ആളാണ്. ഹീസ് ഔട്ട് ഓഫ് വർക്ക്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ടച്ച്. നമുക്ക് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടുണ്ട്, പക്ഷേ കുറേ നാളായിട്ട് ഒരു കോണ്ടാക്റ്റുമില്ല. സോ നമുക്ക് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ വി ഹാവ് ബീൻ ഔട്ട് ഓഫ് ടച്ച്, നമുക്കിപ്പോൾ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന അർത്ഥത്തിലാണ് ഔട്ട് ഓഫ് ടച്ച് ഉപയോഗിക്കുന്നത്. ഇനി ഔട്ട് ഓഫ് ടൗൺ. നമ്മൾ എപ്പോഴും കാണുന്ന ഒരാളാണ്, നമ്മളെപ്പോഴും സംസാരിക്കുന്ന ആളാണ്, നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ കുറേ കാലമായിട്ട് അയാളെപ്പറ്റി അറിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ അടുത്ത് ആ സ്ഥലത്ത് ഇല്ല ആൾ എന്ന്. അപ്പോൾ നമുക്ക് പറയാം ഐ തിങ്ക് ഹീസ് ഔട്ട് ഓഫ് ടൗൺ. അവിടെ സ്ഥലത്തില്ല എന്ന് തോന്നുന്നു, ഇവിടെ ആ പ്ലേസിലില്ല. അത് സിറ്റി ആയാലും ടൗൺ ആയാലും വേറൊരു പ്ലേസ് ആയാലും നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഔട്ട് ഓഫ് ടൗൺ. ആ സ്ഥലത്ത്, നോർമലി അയാൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇല്ല എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് ഓർഡർ. ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സാധാരണ ചില മെഷീൻസിൻ്റെ കാര്യത്തിലാണ് അത് പറയുന്നത്. മെഷീൻസൊക്കെ വർക്ക് ചെയ്യുന്നില്ല, അത് എന്തോ കേടായിരിക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് ഓർഡർ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഓർഡർ, അതായത് നമ്മുടെ വീട്ടിലൊരു സാധനം കേടായി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയാറില്ല, പക്ഷേ പുറത്ത് സാധാരണ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണെങ്കിൽ ഇറ്റ്സ് ഔട്ട് ഓഫ് ഓർഡർ. ഫോർ എക്സാമ്പിൾ, ഒരു ഓഫീസ് റൂമിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ, അവിടെ ചെന്നപ്പോൾ കമ്പ്യൂട്ടറിൽ അവിടെ ചില പണികളൊക്കെ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഐ തിങ്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് ഓർഡർ. അങ്ങനെ പറയാം, ഔട്ട് ഓഫ് ഓർഡർ. ഔട്ട് ഓഫ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഔട്ട് ഓഫ് ക്യാരക്ടർ. സീന എൻ്റെ ഫ്രണ്ടാണ്, അതായത് വളരെ നല്ല സ്വഭാവമാണ് അവൾക്ക്, നല്ല പങ്ക്ച്വലാണ്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്ന ആളാണ്. പക്ഷേ ഒരിക്കൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡിയായി, ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷേ 7:30 വരാം എന്ന് പറഞ്ഞ ആൾ 7:30 ആയിട്ട് വന്നിട്ടില്ല, നമ്മളെ ഒന്നും ഇൻഫോം ചെയ്തിട്ടില്ല. 8:30 ആയിട്ടും ആളെ കാണുന്നില്ല. അപ്പോൾ മറ്റുള്ള കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറയുകയാണ്, എന്താ അവൾ ഇങ്ങനെയല്ലല്ലോ, ഷീസ്
ഔട്ട് ഓഫ് ക്യാരക്ടർ. ഔട്ട് ഓഫ് ക്യാരക്ടർ സാധാരണ ഒരാളുടെ നോർമൽ ബിഹേവിയർ, നോർമൽ ഒരു ക്യാരക്ടർ അതിൽ നിന്നും വിട്ട് വേറൊരു തരത്തിൽ പെരുമാറുമ്പോൾ നമുക്ക് പറയാം ഹീസ് ഔട്ട് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ഷീസ് ഔട്ട് ഓഫ് ക്യാരക്ടർ എന്നൊക്കെ. വേറൊരു ഇഡിയം ആണ് ഔട്ട് ഓഫ് പ്രാക്ടീസ്. ഔട്ട് ഓഫ് പ്രാക്ടീസ്. വളരെ നന്നായിട്ട് പിയാനോ പ്ലേ ചെയ്യുന്ന ആളാണ് ലൈസ. അത് സ്കൂൾ ക്ലാസ്സിലാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഫ്രണ്ട്സൊക്കെ ഒന്ന് മീറ്റ് ചെയ്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു പിയാനോ അവിടെ ഇരിക്കുന്നു. നീ പിയാനോ വായിക്കുമല്ലോ, ഒന്ന് വായിക്കൂ, ഒന്ന് പിയാനോ പ്ലേ ചെയ്യാൻ നിനക്കറിയാലോ, നീ ഭയങ്കര എക്സ്പേർട്ടാണല്ലോ. അപ്പോൾ ലൈസ് പറയുകയാണ് നോ, ഐ ആം ഔട്ട് ഓഫ് പ്രാക്ടീസ്. കാരണം സ്കൂൾ ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ കാലം അത് ഉപയോഗിച്ചിട്ട് പോലുമില്ല, അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ട് ഓഫ് പ്രാക്ടീസ്. ഒരുപാട് ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാതിരുന്ന കുറേ കാലം കഴിഞ്ഞാൽ അതുപോലെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ഔട്ട് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ ഇന്നത്തെ കോമൺ ആയിട്ടുള്ള ഈ എക്സ്പ്രഷൻസും അതുപോലെ ഇഡിയംസും ഒക്കെ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ്, അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. അതുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, അതിന് എന്താണ് അവിടെ യൂസ് ചെയ്യേണ്ട എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇഡിയം എന്താണ്? നമ്മുടെ ഫ്രണ്ടുമായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ല, എങ്കിലെന്ത് പറയും? ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതുക.